നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദർ ആർ, ഉണ്ട് എന്നർത്ഥം വരുന്ന പദത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ദർ ഈസ് ആണ് ആദ്യം നമ്മൾ പഠിച്ചത്. ദർ ഈസ് എന്നുള്ളത് സിംഗിളായിട്ടുള്ള പദങ്ങളോടൊപ്പം ഉപയോഗിക്കുന്ന സെൻറ്റൻസിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദമാണ്. എന്ന് വെച്ചാൽ ഒരു പേനയുണ്ട്, ഒരു പുസ്തകമുണ്ട്, ഒരു പൂച്ചയുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ അവിടെ ഉണ്ട് എന്നുള്ള അർത്ഥം വരാൻ നമ്മൾ ദർ ഈസ് ആണ് ഉപയോഗിക്കുക. ഇനി ഒന്നിലധികമാണ്, അതായത് പ്ലൂരൽ എന്നാണ് പറയുക. പ്ലൂരൽ എന്ന് പറഞ്ഞാൽ ബഹുവചനം എന്നാണ് അർത്ഥം. ബഹുവചനത്തിന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ദർ ആർ ആണ് ഉപയോഗിക്കുക. ഉദാഹരണം ഞാൻ പറയാം. 5 കുട്ടികളുണ്ട്, അവിടെ നമ്മൾ ദർ ഈസ് 5 ചിൽഡ്രൻ എന്നല്ല പറയുക, മറിച്ച് ദർ ആർ 5 ചിൽഡ്രൻ എന്നാണ് പറയുക. അപ്പോൾ പ്ലൂരലായിട്ടുള്ള ബഹുവചനങ്ങളായിട്ടുള്ള ഉദാഹരണം പറയുമ്പോൾ ഉണ്ട് എന്നർത്ഥം വരാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെൻറ്റൻസിന് ദർ ആറാണ് ഉപയോഗിക്കുക. ആ ദർ ആറിനെ കുറിച്ചാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഉദാഹരണങ്ങൾ നോക്കിയിട്ട് നമുക്ക് പഠിക്കാം. ദർ ആർ 5 റൂംസ് ഇൻ മൈ ഹൗസ്. ദർ ആർ ഉണ്ട്, 5 റൂംസ് 5 റൂമുകളുണ്ട്, ഇൻ മൈ ഹൗസ് എൻ്റെ വീട്ടിൽ. കണ്ടില്ലേ, 5 റൂമുകളായതുകൊണ്ടാണ് ഇവിടെ ദർ ആർ വന്നത്. ഇപ്പോൾ ഒറ്റ റൂമാണെന്നുണ്ടെങ്കിലോ ദർ ഈസ് എ റൂം എന്നാണ് പറയുക. അതാണ് പ്ലൂരൽ ആയതുകൊണ്ടാണ് ദർ ആർ ഉപയോഗിച്ചത്. ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. ദർ ആർ 2 കാറ്റ്സ്, 2 പൂച്ചകളുണ്ട്, ഇൻ ദ കിച്ചണിൽ. അതുപോലെ ദർ ആർ മെനി ക്ലോത്ത്സ്, ഒരുപാട് വസ്ത്രങ്ങളുണ്ട്, ഓൺ ദി ബെഡിന്മേൽ. ദർ ആർ സം ആപ്പിൾസ്, കുറച്ച് ആപ്പിളുകളുണ്ട്, ഇൻ ദ ഫ്രിഡ്ജിനകത്ത്. അതുപോലെ ദർ ആർ സെവറൽ ചെയേഴ്സ്, വ്യത്യസ്തമായ, സെവറൽ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ, ചെയേഴ്സ് കസേരകളുണ്ട്, ഇൻ ദി ലിവിങ് റൂമിൽ. അതുപോലെ ദർ ആർ പിക്ചേഴ്സ് ഓൺ ദി വാൾ, ചുമരിന്മേൽ ചിത്രങ്ങളുണ്ട്. ദർ ആർ ഫ്ലവേഴ്സ് ഇൻ ദി ഗാർഡൻ, പൂന്തോട്ടത്തിൽ ഫ്ലവേഴ്സ് ഉണ്ട്, പുഷ്പങ്ങളുണ്ട്, പൂക്കളുണ്ട്. ദർ ആർ കീസ്, ചാവികളുണ്ട്, ഓൺ ദി ടേബിളിന്മേൽ. അതുപോലെ ദർ ആർ ബുക്സ് അണ്ടർ ദി സോഫക്ക് താഴെ പുസ്തകങ്ങളുണ്ട്. വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന ഉദാഹരണങ്ങളാണ്. ഇനി ദർ ആർ 30 സ്റ്റുഡൻസ്, 30 വിദ്യാർത്ഥികളുണ്ട്, ഇൻ ദി ക്ലാസ്സിൽ. ദർ ആർ മെനി സബ്ജക്ട്സ് ടു സ്റ്റഡി, ഒരുപാട് വിഷയങ്ങളുണ്ട്, ടു സ്റ്റഡി പഠിക്കാൻ. അതുപോലെ ദർ ആർ എക്സാംസ്, പരീക്ഷകളുണ്ട്, നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച. അതുപോലെ ദർ ആർ ന്യൂ കമ്പ്യൂട്ടേഴ്സ്, പുതിയ കമ്പ്യൂട്ടറുകളുണ്ട്, ഇൻ ദി ലാബിൽ. പിന്നെ ദർ ആർ ടീച്ചേഴ്സ്, ടീച്ചർമാരുണ്ട്, അധ്യാപകരുണ്ട്, ടു ഹെൽപ്പ് അസ്, നമ്മെ സഹായിക്കാൻ. ദർ ആർ പോസ്റ്ററുകളുണ്ട്, ഓൺ ദി ക്ലാസ് റൂം വാൾസ്, ക്ലാസ് റൂമിൻ്റെ ചുമരിന്മേൽ. ദർ ആർ എ ഫ്യൂ സ്റ്റുഡൻസ്, കുറച്ച് വിദ്യാർത്ഥികളുണ്ട്, ആബ്സെൻ്റ് ആയിട്ടുണ്ട്, ടുഡേ ഇന്ന്. ഇനി ദർ ആർ ടോൾ ബിൽഡിങ്സ് ഇൻ ന്യൂയോർക്കിൽ ഉയരം കൂടിയ ബിൽഡിങ്ങുകളുണ്ട്. ടോൾ എന്ന് പറഞ്ഞാൽ ഉയരം കൂടിയ എന്നർത്ഥം. ദർ ആർ ബ്യൂട്ടിഫുൾ ബീച്ചസ്, സുന്ദരമായ ബീച്ചുകളുണ്ട്, ഇൻ കേരളത്തിൽ. ദർ ആർ മെനി കാഴ്സ്, ധാരാളം കാറുകളുണ്ട്, ഓൺ ദി റോഡിന്മേൽ. ദർ ആർ പാർക്കുകളുണ്ട്, നിയർ മൈ ഹോം, എൻ്റെ വീടിനടുത്ത്. ദർ ആർ റെസ്റ്റോറൻറ്റുകളുണ്ട്, ഓൺ എവരി സ്ട്രീറ്റ്, ഓരോ സ്ട്രീറ്റിലും. ദർ ആർ ബ്രിഡ്ജസ്, പാലങ്ങളുണ്ട്, ഓവർ ദി റിവറിനു മേലെ, നദിക്കു മേലെ. ദർ ആർ ബസ്സുകളുണ്ട്, എവറി 10 minutes, ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും. ദർ ആർ സ്ട്രീറ്റ് ലൈറ്റ്സ്, തെരുവ് വിളക്കുകളുണ്ട്, തെരുവ് വെളിച്ചങ്ങളുണ്ട്, അലോങ് ദി റോഡിന് കുറുകെ. അലോങ് എന്ന് പറഞ്ഞാൽ കുറുകെ എന്നാണ് അർത്ഥം. ദർ ആർ ടൂറിസ്റ്റുകളുണ്ട്, വിസിറ്റ് ചെയ്യുന്നുണ്ട്, എവറി ഡേ, ഓരോ ദിവസവും. ദർ ആർ മാർക്കറ്റുകളുണ്ട്,
ഓപ്പൺ ആയിട്ടുള്ള മാർക്കറ്റുകളുണ്ട് അറ്റ് നൈറ്റ്, രാത്രിയിൽ. അതുപോലെ ദർ ആർ മെനി പുവർ പീപ്പിൾ ഇൻ ദി വേൾഡ്. ദർ ആർ മെനി, ധാരാളം പുവർ പീപ്പിൾ, പാവപ്പെട്ട ജനങ്ങൾ ഉണ്ട് ഇൻ ദി വേൾഡ്, ലോകത്ത്. ദർ ആർ ഓണസ്റ്റ് വർക്കേഴ്സ്, സത്യസന്ധരായ തൊഴിലാളികളുണ്ട് എവരിവെയർ, എല്ലായിടത്തും. എവരിവെയർ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എന്നാണ് അർത്ഥം. ദർ ആർ ചിൽഡ്രൻ, കുട്ടികളുണ്ട് പ്ലേയിങ് ഇൻ ദി പാർക്ക്, പാർക്കിൽ കളിക്കുന്ന കുട്ടികളുണ്ട്. ദർ ആർ ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് ഉണ്ട് വെയിറ്റിംഗ് ഫോർ യു, നിങ്ങളെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നിന്നെ കാത്തിരിക്കുന്ന, രണ്ടും പറയാം. യു എന്ന് പറഞ്ഞാൽ നീ എന്നും നീ എന്നും നിങ്ങൾ എന്നും അർത്ഥമുണ്ട്. അതുപോലെ ദർ ആർ ഡോക്ടേഴ്സ്, ഡോക്ടർമാരുണ്ട് വർക്കിംഗ് ഓൾ നൈറ്റ്, രാത്രി മുഴുവൻ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. ദർ ആർ പീപ്പിൾ, ജനങ്ങളുണ്ട്. ഹൂ എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് അർത്ഥം. ഹൂ എന്നുള്ളതിന് ആര് എന്നുള്ള അർത്ഥം വേറെ ഉണ്ട്, അതിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം. ലവ്, അവർ ഇഷ്ടപ്പെടുന്നു. ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കാൻ. ദർ ആർ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളുണ്ട്. ഫ്രം മെനി കൺട്രീസ്, ധാരാളം രാജ്യങ്ങളിൽ നിന്നുള്ള. അതുപോലെ ദർ ആർ വുമൺ, സ്ത്രീകളുണ്ട്. വർക്കിംഗ് ഇൻ ഓഫീസേഴ്സ്, ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന. ദർ ആർ വിസിറ്റേഴ്സ്, സന്ദർശകരുണ്ട്. ഇൻ ദി ഹാളിൽ എന്നൊരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളും ഇതുപോലെ 10 ഉദാഹരണങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, എഴുതി വെക്കുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു അധ്യായമായി കാണാം. താങ്ക് യു.